സംസ്ഥാനത്ത് വീണ്ടും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ആരംഭിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പേരിലാണ് ഇത്തവണയും തർക്കം. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി സംസ്ഥാന സർക്കാരിന്റെ കണ്ണിലെ കരടായ ഡോക്ടർ സിസ തോമസിനെ നിയമിക്കാനുള്ള ഗവർണർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടതാണ് ഇപ്പോഴത്തെ ഏറ്റുമുട്ടലിന് കാരണമായത്. സംസ്ഥാന സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ നിന്നും വൈസ് ചാൻസലറെ നിയമിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഗവർണർ ധാരണയിൽ എത്തിയതാണ്. എന്നാൽ അതിനു പിന്നാലെ ഗവർണർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അനുകൂല ഉത്തരവും നേടി ഡോക്ടർ സിസയെ VC ആയി നിയമിക്കുന്ന ഉത്തരവിൽ ഗവർണർ ഒപ്പിടുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ച ഡോക്ടർ സിസയെ എങ്ങനെ സ്വീകരിക്കുമെന്ന് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. സ്ഥിരം VC-മാരെ ഉടൻ നിയമിക്കണമെന്നും അതുവരെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയോഗിക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. 6 മാസത്തേക്കാണ് താൽക്കാലിക VC-മാരെ നിയമിക്കാൻ കഴിയുക. അത് പ്രകാരമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ താൽക്കാലിക VC-മാരെ നിയമിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത്. ഇതനുസരിച്ച് സഹകരണം തേടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രി P. രാജീവും ഗവർണറെ കണ്ടതും. അദ്ദേഹം അനുകൂല സമീപനം സ്വീകരിച്ചതും എന്നാൽ പിന്നീട് ഗവർണർ കാലുമാറിയത് സർക്കാരിന് വൻ തിരിച്ചടിയായി. ഡോക്ടർ സിസ ഡിജിറ്റൽ സർവകലാശാലയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് നൽകിയത് സംസ്ഥാന സർക്കാരിനെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. ഇതിൽ CAG അന്വേഷണം നടക്കുമ്പോഴാണ് VC ആയി സിസ എത്തുന്നത്. അനിഷ്ടം പ്രകടമാക്കി മന്ത്രി R. ബിന്ദു രംഗത്തെത്തി കഴിഞ്ഞു. ഗവർണറുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്നാണ് മന്ത്രിയുടെ ആദ്യ പ്രതികരണം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോർവിളി ആരംഭിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുമ്പോഴായിരുന്നു. അദ്ദേഹം പോയി പുതിയൊരാൾ ഗവർണറായി വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതുപോലെയുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകില്ലെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കടുപ്പക്കാരനാണ് രാജേന്ദ്ര ആർലേക്കർ. മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ചുമതലയേറ്റ ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഡോക്ടർ സിസ അവിടുത്തെ അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് ഗവർണർക്ക് നൽകുന്നത്. ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് അഴിമതി കംട്രോളർ ആൻഡ് ഓഡിറ്റ് വിഭാഗം അന്വേഷിക്കുന്നത്. അന്വേഷണം നടക്കുന്നതിനിടെ സിസ ഡിജിറ്റൽ സർവകലാശാലയിൽ തിരിച്ചെത്തുന്നത് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയാണ് സർക്കാരിനുള്ളത്. 94.5 കോടിയുടെ സാമ്പത്തിക ക്രമക്കേടാണ് ഉയർന്നിരിക്കുന്നത്. സർവകലാശാലയിലെ പല ഫാക്കൽറ്റികൾക്കും പുറത്തുള്ള ബിസിനസ്സുകളിലാണ് താല്പര്യമെന്ന ഗുരുതരമായ ആരോപണം റിപ്പോർട്ടിലുണ്ട്. നിരവധി മുതിർന്ന ഫാക്കൽറ്റി അംഗങ്ങൾ സർവകലാശാലയുടെ ഔപചാരിക അനുമതിയില്ലാതെ സ്വകാര്യ കമ്പനികൾ സ്വന്തമാക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാട്ടി. കൂടാതെ ഓഫീസ് സ്ഥലം, ജീവനക്കാർ, ഗവേഷകർ എന്നിവരുൾപ്പെടെയുള്ള സർവകലാശാല അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് ഉപയോഗപ്പെടുത്തുന്നു. സർക്കാർ ധനസഹായത്തോടെയുള്ള പദ്ധതികൾ ഉചിതമായ പരിശോധന കൂടാതെ ഈ കമ്പനികളിൽ ചിലത് വഴിതിരിച്ചു വിടുകയും ചെയ്തു എന്നും റിപ്പോർട്ടിലുണ്ട്. സർവകലാശാലകളിൽ സ്ഥിരം VC-മാർ ഇല്ലാത്തത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ആണ് ബാധിക്കുക എന്ന നിരീക്ഷണവും സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. സർക്കാർ ഗവർണർ ചക്കളത്തിപ്പോരിൽപ്പെട്ട് സംസ്ഥാനത്തെ ഒന്നൊഴിച്ച് എല്ലാ സർവകലാശാലയിലും സ്ഥിരം VC-മാർ ഇല്ലാത്ത അവസ്ഥയുമാണ്. 14 സർവകലാശാലകളാണ് സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സർവകലാശാല കേന്ദ്രങ്ങൾ ഇതിൽ പെടുന്നില്ല. 14-ൽ ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർ ഉള്ളത്. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിനാകട്ടെ കേരള സർവകലാശാലയുടെ അധിക ചുമതലയുമുണ്ട്. BJP-യോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനോട് ചേർന്നു പോകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നുമില്ല. ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അവധിയെടുത്തപ്പോൾ ഗവർണർ കേരള VC-യുടെ ചുമതല നൽകിയത് ഡോക്ടർ സിസ തോമസിനായിരുന്നു. അതിനു പിന്നാലെ നടന്ന അക്രമ സംഭവങ്ങൾ കേരളം കണ്ടതാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെല്ലാം അരക്ഷിതാവസ്ഥയുടെ നിഴലിലാണ്. ഗവർണറും മുഖ്യമന്ത്രിയും ആരാണ് വലുതെന്ന ഭാവം മാറ്റിവെച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും തെരുവിലേക്ക് എത്തിക്കുന്നത്. സർക്കാരുകളും ഗവർണറും മാറി മാറി വരുന്നത് കേരളം കണ്ടിട്ടുണ്ട്. ഒരേ ആശയങ്ങൾ പിന്തുടരുന്നവരാകണമെന്നില്ല എല്ലായ്പ്പോഴും സർക്കാരിനെ നയിക്കുന്നതും. പക്ഷേ മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത വിധം അസഹിഷ്ണുതയും മേധാവിത്വ മനോഭാവവും
ഇരു കൂട്ടർക്കുമിടയിൽ വർദ്ധിച്ചു വരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ആയുധമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. വരും ദിവസങ്ങളെ ആശങ്കയോടെയാണ് കേരളത്തിലെ അക്കാദമിക് സമൂഹം കാണുന്നത്. പരസ്പരം പോർവിളി നടത്തി എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് ഇരു കൂട്ടരും ചിന്തിക്കേണ്ട അനിവാര്യത പ്രകടമാണ്. പലപ്പോഴും സംസ്ഥാനം നേരിടുന്ന കാതലായ പ്രശ്നങ്ങൾ മൂടിവെക്കുവാനും ഈ പോര് മറയ്ക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലും ഉണ്ട്.